ഫൈനലി മനോലോ മാർക്കസും ഇന്ത്യൻ ടീമിൻ്റെ പടി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് പുതിയൊരു പരിശീലകനാണ്. സോ ആ ഒരു പരിശീലകൻ ആരാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്കൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിന് ടാർഗറ്റ്. സോ എല്ലാവരും ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരു ഹോങ്കോങ് മാച്ചോടെ നമ്മുടെ ഭാവി ഏതാണ്ട് കൺഫേമായി. നമ്മൾ എന്താ പറയുക, AFC ഏഷ്യൻ കപ്പും കളിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് തായ്ലൻഡ് മാച്ചിന് മുന്നോടിയായി തന്നെ മനോലോ മാർക്കസ് എന്താ പറയുക AFFനോട് പറഞ്ഞിരുന്നു അദ്ദേഹം ഇനിയും കോച്ചായിട്ട് തുടരില്ല. അവർ തമ്മിലൊരു കരാറിലെത്തിയിരുന്നു. സോ പുതിയൊരാളായിരിക്കും ഇനി ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത്. സോ അതാരാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആശിഷ് നെഗിയുടെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇനിയും ഒരു വിദേശ കോച്ച് തന്നെയായിരിക്കും ഇന്ത്യ നയിക്കാൻ പോകുന്നത് എന്നാണ്. അതായത് ഇനിയും ഇന്ത്യൻ കോച്ച് വരില്ല. നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ കോച്ചുമാരെ അപ്പോയിൻറ്റ് ചെയ്യൂ എന്നുള്ളത്. ബട്ട് ഇപ്പോഴും പറയുന്നത് ഇന്ത്യൻ കോച്ച് അല്ലായിരിക്കും, വിദേശ കോച്ച് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നതരത്തിലുള്ള വാർത്തകളാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ നമുക്കറിയാം പ്രധാനപ്പെട്ട എല്ലാ ഇന്ത്യൻ കോച്ചസും പല ടീമിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചും ഹെഡ് കോച്ചും ഒക്കെയാണ് നിൽക്കുകയാണ്. സോ അവർക്ക് വലിയ സാലറി ലഭിക്കും. സോ അവരെവിടെ നിന്ന് വരുമോ എന്നുള്ള കാര്യവും സംശയമാണ്. സോ എന്തായാലും ആ ഒരു സാഹചര്യത്തിലായിരിക്കും വിദേശ കോച്ചുമാരെ നോക്കുന്നത്. എന്തായാലും സ്റ്റീഫൻ കോൺസ്റ്റൻറ്റൈൻ്റെ അണ്ടറിൽ ഇന്ത്യ നല്ലൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്തെടുത്തിരുന്നു. സോ ഇനിയും അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള പ്ലാനുകൾ വല്ലതും ഉണ്ടോ? നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇതിൽ കാണുന്നവരെ ബൈ.